ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഒന്ന് ലൈക്കോ കമൻറ്റോ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് കൂടിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നിവിടെ എൻ്റെ സാധാരണ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വീട്ടിൽ സാധാരണ വയ്ക്കുന്നത് ഒരു പരിപ്പ് കറിയും ഒരു പടവലങ്ങ ഉപ്പേരിയും. ഒരു പരിപ്പ് വയ്ക്കുമ്പോൾ തന്നെ ഞാൻ അതിനെടുത്തിട്ട് കുറച്ച് ദാല് വേറെ ഉണ്ടാക്കും. അതൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ചെറുതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മുറിക്കുന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം അതൊക്കെ എല്ലാവർക്കും അറിയാം. വീഡിയോ ഒന്നും ഒരുപാട് നീളത്തിൽ ആർക്കും കാണാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും ചുരുക്കിയിട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ പടവലങ്ങ ചെറുതാക്കി മുറിച്ചു, അതിൽ പച്ചമുളക് ഇട്ടു, ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞതൊക്കെയാണ്. ഇതാ ഇവിടെ പരിപ്പ് വേകാനിട്ടിട്ടുണ്ട്, പരിപ്പ് കറി ചോറായിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ചെറിയൊരു ഉച്ചക്കലത്തെ ഭക്ഷണത്തിൻ്റെയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വേവാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ പഴയ ചട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് പുതിയതുണ്ടെങ്കിലും പഴയതാ കയ്യിൽ വരുള്ളൂ, ഒന്നും വിചാരിക്കരുതേ. അപ്പോൾ ഇതൊന്ന് വേവട്ടെ കേട്ടോ. ഒന്നും കൂടി നമുക്ക് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. വേഗം വേവും ഇത്. നമുക്ക് കറിക്ക് വേണ്ട പരിപ്പ് തുറന്ന് നോക്കാം. പരിപ്പിൽ ഞാൻ പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ പരിപ്പ് വേവിക്കാറ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബാക്കി കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് കാണാം കേട്ടോ. ഒന്നുമില്ല, വാഴക്ക മാത്രം തന്നെ ഉള്ളൂ. വാഴയ്ക്കയും തക്കാളിയും ചെറിയൊരു പരിപാടിയാണ്. അപ്പം നമ്മളുടെ പടവലങ്ങ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എത്ര ഉണ്ടായിരുന്നു? ആകെ കുറച്ചല്ലേ ഉള്ളൂ. ഇത് നമുക്ക് കടുക് വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പിടുണ്ട്. അതിലേക്ക് വേണ്ട ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കടുക് ഇതാ. ചട്ടി ഒന്ന് വെള്ളം വറ്റട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇതൊക്കെ താളിച്ച് നന്നായിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ വലിയ വിശേഷമുള്ള ഒന്നുമല്ല, എന്നാലും ഞാൻ ചെയ്യണതൊന്നും എടുത്തൊന്നും മാത്രം മതി. കടുക് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അത് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞത്. ഉള്ളി മൂത്ത് വരുന്നുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ.
പടവലങ്ങ ഉപ്പേരി റെഡി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അതിലേക്ക് നമ്മളുടെ പരിപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞു വാഴക്ക മുറിച്ച് തക്കാളി ഇട്ടു. അത് മുറിക്കണമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ മുറിക്കലൊക്കെ. എന്തിനെല്ലാവരും സമയം വേസ്റ്റ് ആക്കണം. അപ്പോൾ വാഴക്ക, തക്കാളി, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പരിപ്പ് വേവിച്ചതും ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത്. അപ്പം ഇനി അത് വേവിച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ അതിന് എപ്പോഴും കുറച്ച് പരിപ്പ് എടുത്ത് വയ്ക്കും കേട്ടോ. ദാല് ഉണ്ടാക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വലിയ ഉള്ളി, എണ്ണ ഒഴിച്ച് വലിയ ഉള്ളി ഇട്ടു, ചെറിയ ജീരകം ഇട്ടു, പിന്നെ വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. അതൊന്ന് മൂത്ത ശേഷം അതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ ഇത്. അപ്പോൾ തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു ലേശം പുളിയും കൂടി ഒഴിക്കാം. പാലക്കാട്ടുകാർക്ക് കുറച്ച് പുളി ഇഷ്ടമാണ്. ലേശം പുളി കേട്ടോ. തക്കാളി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം തേങ്ങയിൽ പുളി ഒഴിച്ച് ഇനി ഇത് തിളച്ചാൽ നമുക്ക് കടുക് വറക്കാം കേട്ടോ. അപ്പോൾ കറിയുമായി. അപ്പോൾ കറി തിളച്ചു കേട്ടോ. നമുക്കിത് ഓഫാക്കാം. നമുക്കിതിലേക്ക് കടുക് വറക്കാം കേട്ടോ. ഞാൻ അന്ന് ഓണത്തിന് മുമ്പ് ആക്കി വെക്ക കറിവേപ്പിലാണ്, ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറിയ വൃത്തിയാക്കി വെച്ച് കഴിക്കുന്നു കേട്ടോ. അത് ഇതിലേക്ക് ഇത്തിരി ഇപ്പോൾ ഇതവിടെ നമ്മളുടെ കറിയായിട്ടാണ്.